മോഷണമൊന്നുമല്ല കേട്ടോ. രമേശേട്ടടുത്തോളം പറഞ്ഞിട്ടാണ്. നമ്മുടെ അച്ചൂട്ടന് പനിയാണ്, അപ്പോൾ ആശുപത്രിയിലൊന്ന് പോകണം. ഗവൺമെൻറ് ആശുപത്രിക്കാണ്. അപ്പോൾ 500 നോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് നമ്മളെ കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പേഴ്സ് തൊട്ട് അച്ചൂടെ പേഴ്സ് കിടന്നല്ലേ. അപ്പൊ ഞങ്ങളിനി ആശുപത്രിയിൽ പോയിട്ട് വരാം കേട്ടോ. ഇതെല്ലാരും വീഡിയോ ഒക്കെ എല്ലാവർക്കും പുതിയ അപ്പൊ എല്ലാവർക്കും വളരെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നന്ദി, നമസ്കാരം. അപ്പൊ ഞങ്ങള് പോണത് കാണിക്കാം ഗൈസ്. ഇന്ന് സ്കൂളുള്ള ദിവസമാണേ. അച്ചൂട്ടൻ തുള്ളിച്ചാടിന് കണ്ടിട്ട് ഇവന് പനി ഉണ്ടോയെന്നൊക്കെ തോന്നിപ്പോവും. ചെറിയൊരു പനി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒക്കെ വൈറൽ ഫീവർ അല്ലേ, വെച്ചുകൊണ്ടിരുന്ന് അധികം ആവേണ്ട ഓർത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. മാത്രമല്ല സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ മതിച്ച് തിമിർത്ത് പനി അധികം ആക്കും. അതുകൊണ്ട് ഇന്ന് ലീവാക്കി. ആദ്യം രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വണ്ടി വിളിച്ച് പൊക്കോളും പറഞ്ഞ് ഞങ്ങളെ വിട്ടേന്നു കേട്ടോ. ഞങ്ങൾ ഓട്ടോ വിളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പം എന്നാൽ പകുതി വരെയായിട്ട് നടന്നു കഴിഞ്ഞാൽ വല്ല മടക്ക വണ്ടിയും കിട്ടുമല്ലോ. അപ്പോൾ പൈസയും വണ്ടിക്ക് കുറവ് കൊടുത്താൽ മതി എന്ന് ഓർത്ത് ഞാൻ അച്ചൂട്ടനും നടക്കുകയാണ്. അച്ചൂട്ടന് ഇപ്പോൾ പനിക്കണില്ല കേട്ടോ, പുലർച്ചെ പനി തുടങ്ങിയാണ്. അപ്പം ഞാൻ നേരത്തെ ഗുളിക കൊടുത്തായിരുന്നു, അതുകൊണ്ട് പനിയൊക്കെ വിട്ടിട്ടുണ്ട്. ഇത്തിരി കഞ്ഞിയുടെ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഡോക്ടറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. രമേശേട്ടൻ കൊണ്ടാക്കി തന്നില്ല കേട്ടോ, ഒരു കോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ്. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടിയൊന്നും വിളിച്ചിട്ട് കിട്ടുകയും ചെയ്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പനിയാണെങ്കിൽ പിന്നെ വണ്ടി വിളിച്ച് കിട്ടിയാലേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതിപ്പോൾ അത്ര ചൂടേ ഇല്ല, തണുത്ത മാതിരി ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് വന്ന പനിയാകുമ്പോൾ നമുക്ക് പേടിയല്ലേ. ഒരു ജലദോഷമോ കഫക്കെട്ടോ അങ്ങനത്തെ യാതൊരു സിംറ്റംസും ഇല്ലാണ്ട് തലേദിവസം നല്ല ഉഷാറായിട്ട് കിടന്നുറങ്ങിയ ആൾക്ക് പുലർച്ചെ തൊട്ട് പനിയാകുമ്പോൾ നമുക്ക് പേടിയല്ലേ. ഇപ്പോൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കേൾക്കുന്നതല്ലേ. ഇവൻ്റെ കാട്ടിക്കൂട്ടലും മറ്റും കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് വയ്യായ, ആരെയാണ് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണേന്ന് സർവർക്കും ഒരു സംശയം തോന്നും. ഇത്തിരി വയ്ക്കുമെങ്കിൽ മൂപ്പരടങ്ങിയിരിക്കില്ല. ഡോക്ടറെ അടുത്തേക്ക് പോകണ്ടേ? അത്രേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഡോക്ടറോട് ഫോട്ടോയോ ഡോക്ടറുടെ ഒരു വീഡിയോയോ എന്തെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറയാം. എനക്കത് കണ്ടാൽ മതിയല്ലോ അസുഖങ്ങൾ വരുമ്പോൾ. തുള്ളണ്ട പോലാണ്ട് ശരീരമല്ല കണ്ടപ്പോൾ ആ പനി ഗുളിക കുടിച്ച ഉക്കാണ്. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. കുറുക്ക് വഴിയൊക്കെ ഉണ്ട്. പക്ഷേ അച്ചൂട്ടനെ അത്രയും ദൂരം നടത്തിക്കണ്ടേന്ന് ഓർത്തിട്ട് വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ പോയേട്ടോ. വണ്ടി ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ കുറേ അങ്ങോട്ട് മേലെ കയറിയിട്ടാണ് വണ്ടി കിട്ടിയത്. ഇനി വ്ലോഗ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കും. 1 മണി വരെ ഉള്ളൂ ആശുപത്രി. ഇപ്പം തന്നെ 12:30. വാച്ച് ഇട്ടില്ല, 12:30 ആയിരുന്നു. വാച്ച് ആദ്യം ഇട്ട് പോയി, ദുഷ്ടം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. വല്ല വണ്ടിയും കിട്ടിയാലേ, മടക്ക വണ്ടിയും കിട്ടിക്കഴിഞ്ഞാൽ. എന്നിട്ട് ഞങ്ങൾക്ക് ടൗണിലേക്കാണ് കയറാനായപ്പോഴാണ് ഓട്ടോ കിട്ടിയേട്ടോ. ഓട്ടോയിൽ പോയപ്പോൾ ഞാൻ ഓർത്തു മിക്കവാറും ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് ടോക്കൺ കൊടുക്കൽ കഴിയുമെന്ന്. എന്നുവെച്ചാൽ ബ്ലോക്കായേ, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു ഭയങ്കര തിരക്കുള്ള ബ്ലോക്കിലാണ് പെട്ടു. ഇറങ്ങി നടക്കാനും പറ്റില്ലല്ലോ, വണ്ടിക്കാരനാണ്, അറിയാത്ത ആളാണ്. അപ്പോൾ പിന്നെ അയാളെടുത്ത് ചീത്തയേക്കില്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ വണ്ടിയിൽ തന്നെ ഇരുന്ന് നിരങ്ങി ഓട്ടോ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 12:30 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. 1 മണി വരെയാണ് ടോക്കണൊക്കെ കൊടുക്കുകയുള്ളൂ. ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു തിരക്കുണ്ടാവില്ലല്ലോ. പറഞ്ഞ മാതിരി തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഡോക്ടറെയൊക്കെ കാട്ടിപ്പോകുന്നു. ഒരു ഗുളിക മരുന്നില്ല, പനി ഗുളിക മാത്രം. ആൻറ്റിബയോട്ടിക്കോ അങ്ങനെ വേറെ ഗുളികകളൊന്നും ഇല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് പെയ്തല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏട്ടന് ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ലാബ് കേട്ടോ. ലാബിൻ്റെ പേര് കണ്ടോ നിങ്ങൾ? എൻ്റെ പേര് തന്നെയാണ്, രശ്മി ലാബ്. അപ്പോൾ രശ്മി ലാബിൽ രശ്മി പോയി റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തിന് മുൻപേ ഞാനും ഏട്ടനും കൂടി ഈ റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിക്കുകയും ചെയ്തായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂറിക് ആസിഡ് കൂടിയതിൻ്റെ പ്രശ്നങ്ങളാണെന്ന്. സംഭവം അതൊന്നും ആയിരുന്നില്ല കേട്ടോ. ഏട്ടന് രക്തത്തിലെ അണുക്കളാണ് അത്ര, എന്തോ ഒരു അലർജി മാതിരി.
അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ജോയിൻറ്റുകളും വേദനിക്കണത്. ഇപ്പോൾ മരുന്ന് 15 ദിവസം തന്നിട്ടുണ്ട്, ഭേദമില്ലെങ്കിൽ പിന്നെ ബാക്കി അപ്പം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മരുന്നൊക്കെ കുടിച്ചിട്ട് ഭേദമുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോഴേ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ആച്ചി പൂരി മസാലയുടെ ഒരു കിറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു വന്ന് അച്ചുകൂട്ടന് ഭക്ഷണം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഗുളിക കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ കൊലായത്തിരുത്തി റൂമിൻ്റെ വാതിലങ്ങോട്ട് അടച്ച് കുറ്റിയിട്ടിട്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും കെട്ടിയോ വന്നേ വരണം കേട്ടോ. ഡോക്ടറത്തേക്ക് പോണേ എത്ര മണിക്കാണ് കേട്ടോ? എന്ത് നിങ്ങളല്ലേ കുറിച്ച്? ഞങ്ങള് ഡോക്ടറത്തേക്ക് പോയത് വൈകുന്നേരം ആയിരുന്നു കേട്ടോ, ഒരു 6-7 മണിയൊക്കെ ആയപ്പോ. പക്ഷെ ഞാൻ പെരക്കിയാണ് ഡോക്ടറത്തേക്ക് പോകാൻ സമ്മതിച്ചത്. ഏട്ടൻ ഗൂഡ്സിലൊരു ഓട്ടം കഴിഞ്ഞ് വന്ന് സ്കൂട്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. സ്ഥിരം പണിക്ക് പോണ ഒരു വീടാണേ. അപ്പൊ അവിടെ ഇങ്ങനെ കിണറ്റിൽ എന്താ പറയാ മോട്ടറൊക്കെ ഇറക്കി കെട്ടാനോ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ രമേശേട്ടൻ പോകും കേട്ടോ. അപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചായക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തലേന്ന് നാട്ടി ചിരിക്കൊന്നും ചെയ്തില്ല, കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ചെരിഞ്ഞിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാണ്ടല്ലോ, എന്താ അറിയൂലെന്ന്, പ്രായമാവുമല്ലേ. അപ്പോൾ ഭയങ്കര മടിയാണ്. വൈകുന്നേരം ചായക്കൊന്നും ഉണ്ടാക്കാനൊന്നും തോന്നണില്ല. ആദ്യം പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഉച്ചരിയുമ്പോൾ അമ്മയ്ക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ ഈ ഡേ ആയിട്ട് രശ്മിക്ക് ഭയങ്കര കള്ളമടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടാ. ഏട്ടനൊരു ഗ്ലാസ് ചായ ഞാൻ വെച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ആദ്യം വരട്ടെ, എന്നിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ ഉണ്ടാക്കല്. ഞാനുണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കടന്നതാണ് കേട്ടോ. വീഡിയോ പകുതിയൊക്കെ എഡിറ്റ് ചെയ്ത് അവിടെ കടന്നങ്ങോട്ട് ഉറങ്ങി. ഏട്ടൻ ചായക്കാൻ നീക്കില്ലേ ചോദിച്ചപ്പോഴാണ് വീഡിയോ എഡിറ്റിംഗ് ആണല്ലോ ചെയ്തേന്ന് ആലോചിച്ച്. ഇപ്പം നീ ചായയൊക്കെ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 4 മണി 4:15 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എണീറ്റ് ഏട്ടന് ചായ വെച്ചെടുത്തു, പോയി. അച്ചൂട്ടാ നല്ല ഉറക്കമാണ്, ഒരു പനി ഗുളിക കുടിച്ച ക്ഷീണത്തിൽ. ആദ്യം വന്നിട്ടില്ല, അപ്പോൾ വരുമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരു പാലറ്റ് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ. രമേശ് ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. ക്യാച്ച് തന്നെയാണ്. അപ്പം അത് രമേശ് ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഓർഡർ ആക്കിയത്. അപ്പോൾ എന്താണെന്ന് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടുമ്പോൾ കാണേ. നല്ലൊരു അടിപൊളി സൂപ്പർ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം, ഒരു ഷോർട്സ് വീഡിയോ. അപ്പോൾ കാണാം. ഇതൊരു അടിപൊളി വാലറ്റായിരുന്നു. അപ്പം അത് കിട്ടിയതും ഏട്ടന് കൊടുത്തൊക്കെ ആയിട്ടുള്ളൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലേ. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള ഒരു വാലറ്റായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ഗ്യാസ് അടുപ്പ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. എൻ്റെ കെട്ടിയോനിന്ന് പ്രാന്ത് വന്ന ദിവസമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു പൈസ പ്രതീക്ഷിക്കാണ്ട് പൊട്ടി. ഈ ഗ്യാസ് അടുപ്പ് 2 ദിവസം കൂടി കഴിഞ്ഞ് എത്തേണ്ടതാണ്. 2 ദിവസം നേരത്തെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. രമേശ് ചേട്ടൻ്റെ മുഖം ഒന്നും കൂടി അങ്ങോട്ട് ചുളുങ്ങി ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാസ് അടുപ്പ് വന്നതിന് ശേഷം എൻ്റെ അനിയത്തിനെ എനിക്ക് നല്ല ചീത്ത കേട്ടു. മറ്റത് ഞാനൊരു എന്താ പറയുക കുപ്പിപ്പാത്രം മേടിക്കണമെങ്കിലും കൂടെ പറഞ്ഞേക്കൂട്ടോ അവളടുത്ത് ചോദിക്കും, ഇത് നന്നോ, ഇത് നല്ലതാണോ, അവളടുത്തൊരു അഭിപ്രായം ചോദിക്കേ. ഇത് ഞാൻ വിചാരിച്ചു അവൾ മുന്നേ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓൺലൈനായിട്ട്. അപ്പോൾ ഇത് നന്നാവും ഓൺലൈനായിട്ട് എന്ന് കരുതി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓർഡർ ആക്കിയാണ്. 1400 സംതിങ് ആണ് ഈ ഒരു സ്റ്റവിനായി കേട്ടോ. 3 അടുപ്പൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു വെടിക്ക് 3 പക്ഷിയാണല്ലോ. ഒരടുപ്പത്ത് ചോറ് വയ്ക്കുക, ഒരടുപ്പത്ത് ടിഫിൻ വയ്ക്കുക, ഒരടുപ്പത്തേക്ക് ടിഫിനിലേക്കുള്ള കറി വയ്ക്കുക. അങ്ങനെ പെട്ടെന്ന് പണിയൊക്കെ ഒരുങ്ങും. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നമുള്ളത് വെച്ചാൽ ഒരടുപ്പ് കാണാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരുമാതിരി സൗണ്ടൊക്കെ വരുന്ന മാതിരി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങോട്ട് തീ സിമ്മാക്കി കൂട്ടിക്കഴിഞ്ഞാൽ സെറ്റാവുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ആകെ പേടിയായിട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല കമ്പനിയൊന്നും അല്ലാത്തതുകൊണ്ട് വല്ല പ്രശ്നമാവുമോ എന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷനായി. എന്തായാലും ഇനിയിപ്പോൾ ഇത് മാറ്റുന്നൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ഇത് യൂസ് ആക്കിയതിന് ശേഷമാണ് അനിയത്തിയുടെ അടുത്ത് പറഞ്ഞത്, എടീ ഞാനൊരു ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചത്. എനിക്ക് നല്ല ചീത്ത കേട്ടു. കമ്പനിയൊന്നും നല്ലതല്ലാത്ത മേടിച്ചതിന് നല്ല രീതിക്ക് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഏട്ടനോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഓർഡർ ആക്കുക കേട്ടോ. പറയാണ്ട് പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് സാധനം വന്ന് പൈസ കൊടുക്കേണ്ട അവസ്ഥയാകുമ്പോഴേ അല്ലെങ്കിൽ ചീത്ത വെക്കൂലേ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ഏട്ടൻ നല്ല മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മെല്ലെ പോയി എടുത്തിരിക്കും. എന്നിട്ട് ഞാൻ പറയും
നമുക്കൊരു ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചാലോ, മറ്റേ അടുപ്പിൽ തീരെ കത്തുന്നില്ല, അതിൻ്റെ ബർണറോ അങ്ങനെ എന്തോ ഒരു കുന്തമില്ലേ, അത് നേരെ വയ്ക്കണമെങ്കിൽ മാത്രം 1400-300 ഒക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനേക്കാളും നല്ലത് നമുക്കൊരു ഗ്യാസ് അടുപ്പാട് മേടിക്കണതല്ലേ, നമുക്ക് മേടിച്ചാലോ, നമുക്ക് ഇത് നന്നോ അത് നന്നോ എന്നൊക്കെ കാണിച്ച് സോപ്പിട്ട് അപ്പോൾ ഏട്ടൻ പറയും അത് കൊള്ളാം, അത് വാങ്ങിച്ചോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓൺലൈനായിട്ട് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ് കേട്ടോ. എന്നുവെച്ചാൽ ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ അക്കൗണ്ടിലും കയ്യിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഏട്ടൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഏട്ടൻ്റെ ഒരു മൗനസമ്മതം നമുക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും ഓർഡർ ആക്കുമ്പോൾ. ഏട്ടനപ്പോൾ ഒന്നേ പറയുള്ളൂ, നീ 2, 3, 4 സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചേക്കരുത്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഓർഡർ ആക്കുക, ഒരുമിച്ച് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നട്ടഭ്രാന്ത് ഇളകുമെന്ന്. അപ്പോൾ ഞാനൊരു തഞ്ചത്തിനും തരത്തിനൊക്കെയാണ് ഓൺലൈൻ പർച്ചേസ് നടത്താറ് കേട്ടോ. ശരിക്കും ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ ചായയൊക്കെ വയ്ക്കാൻ ഞാൻ അടുക്കളയിൽ പോയാൽ അവർ വിചാരിക്കും ഈ സ്ത്രീ ഇനിയും ചായ വെച്ചില്ലേന്ന്. എന്നുവെച്ചാൽ തിളക്കുകയേ ചെയ്യില്ല, അത്രയും സ്ലിമ്മിലാണ് ഗ്യാസ് അടുപ്പ് കത്താറല്ലോ. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ എന്ത് ഭാര്യ കത്തെന്നറിയോ, പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങും, വെള്ളമൊക്കെ വയ്ക്കുമ്പോഴേക്കും തിളയ്ക്കും. മറ്റേത് ഞാൻ പാലടക്കം അടുപ്പത്ത് വെച്ചിട്ട് രാവിലെയൊക്കെ മുറ്റത്ത് കൂടെയൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഞാൻ കയറി വരുമ്പോഴാണ് പാൽ ഇത്രയും ഒന്ന് പൊന്തി വരുള്ളൂ. ഇപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ എത്തുമ്പോഴത്തേക്കും തിളച്ച് പൊന്തി അത് പോയിക്കോളും, അത്രയും നല്ലോണം കത്തുന്നുണ്ട്. അത് ഇത്രയും സ്ലിമ്മിലുള്ള ഗ്യാസ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുകയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ എനിക്ക് അടിപൊളിയായി ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് വലിയ അടുപ്പിന്, എന്നുവെച്ചാൽ എന്താ പറയുക, ഒരുമാതിരി സൗണ്ടൊക്കെ വന്നിട്ട് തീയൊക്കെ ഒരു ഓറഞ്ച് ചുവപ്പ് കളറിലൊക്കെ ഇങ്ങോട്ട് കത്തും. എന്നിട്ട് തീ കമ്മിയാക്കി ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ അത് ശരിയാവുമായിരിക്കും. ഏട്ടനതൊന്ന് അഴിച്ച് ഒന്ന് കുടഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കണു. ഈശ്വരാ, അത് ഈട് നിന്നാൽ മതിയായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിലായിരുന്നു ഇനിയും എനിക്ക് ചീത്ത കേൾക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അങ്ങനെ എനിക്ക് പുതിയ ഗ്യാസ് അടുപ്പ് കിട്ടിട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഗൈസ്. എൻ്റെ ചളിയേക്കാളും പൊന്നാരം കാണാനൊന്നും ഇവിടുത്തെ ആൾക്ക് നേരമില്ല. മൂപ്പരുടെ പണിയിൽ മുഴുകി അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ചില റീലിൽ കണ്ടിട്ടുണ്ട്, പെണ്ണുങ്ങളിങ്ങനെ സാരിയുടെ തല ഹസ്ബൻഡിൻ്റെ കയ്യിൽ കെട്ടി വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് ഏട്ടൻ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതുപോലെ ചെയ്തതാണ്. ഒരു റീൽ ഇങ്ങനെ എടുക്കണം ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ മൂപ്പിലാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ മിക്കവാറും തൂക്കിയെടുത്ത് വലിച്ചെറിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. എപ്പോഴാണ് നീ ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഞാൻ കുഞ്ഞടുക്കളയിലല്ല വെച്ചേ, വലിയ അടുക്കളയിലേക്കാണ് വെച്ചത്. ഇത്തിരി വലുതല്ലേ, പിന്നെ അടുക്കള ഒന്ന് അങ്ങോട്ട് മാറ്റാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നൊരു വീഡിയോയിൽ പറയാം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വാലറ്റ് ഗിഫ്റ്റ് കിട്ടി എന്നുള്ളത്, അത് കിട്ടിയത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള പാലറ്റ് പൗച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് കേട്ടോ. നല്ല അടിപൊളി വാലറ്റായിരുന്നേ. എന്നുവെച്ചാൽ അതിൻ്റെ മേലെ രമേശ് എന്ന് എഴുതിയിട്ടുണ്ട്, ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ പഴയ കീറിയ പേഴ്സൊക്കെ നമ്മളങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു, ഒരു നല്ല സ്വീറ്റ് ഹഗ്ഗൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു ആച്ചിയുടെ പൂരി മസാല കിറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വൈകിട്ട് ഇന്ന് പൂരി മസാല ഉണ്ടാക്കലായിരുന്നു പണി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ, നല്ല എളുപ്പമാണ്. ഞാൻ ഓർത്തു ഇത് ഉണ്ടാക്കാൻ നല്ല പാടാവും, പൂരി മാറി പരത്തിയിട്ട് വല്ല അടപ്പൊക്കെ വെച്ച് ഇങ്ങനെ കുഞ്ഞു പൂരി ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ ഇതുമാതിരി റെഡിമെയ്ഡ് കിട്ടുമെങ്കിൽ എന്ത് സുഖമല്ലേ. പിന്നെ മസാലയാണെങ്കിലും അതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. ഈ പൂരിയുടെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന കിഴങ്ങ് മസാല ഉണ്ടല്ലോ, അതിലോട്ട് ആച്ചി പൂരി കിറ്റിൻ്റെ ഉള്ളിലൊരു സീസണിങ് പൗഡർ എന്നൊരു സാധനമുണ്ട്, അതിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു മസാലയ്ക്ക് നല്ല രീതിക്കൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ. പിന്നെ മിൻറ്റ് ചട്നി ഉണ്ട്, ഡേറ്റ്സ് ചട്നി ഉണ്ട്, ഇതെല്ലാം ആ ഒരു പൂരിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിച്ചാൽ വേറെ ലെവലാണ് കേട്ടോ. കുറച്ച് മിച്ചറിടണേ, എന്നാലാണ് ആ കറുമുറ ടേസ്റ്റ് നല്ലോണം നമുക്ക് കിട്ടുക. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്. പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് തോന്നി കേട്ടോ. സാധാരണ നമ്മൾ എന്ത് സംഭവങ്ങൾ, ബിരിയാണി ആയിക്കോട്ടെ, കുഴിമന്തി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ ഈ പൂരി മസാല എനിക്ക് വീട്ടിലുണ്ടാക്കിയാണ് ഇഷ്ടമായത് കേട്ടോ. എനിക്ക് മാത്രമല്ല ചുട്ടനും ആദ്യം ഏട്ടനൊക്കെ പറഞ്ഞു, ഇനി നമുക്കിങ്ങനെ ഇതുമാതിരി കഴിക്കാൻ പൂതിയാകുമ്പോൾ ആച്ചിയുടെ ഒരു കിറ്റ് മേടിച്ചങ്ങോട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ
അച്ഛനും മക്കളും എന്നെ നല്ല രീതിക്ക് അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടാക്കി നല്ലതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തിന്നുന്ന 2 3 ഉള്ളൂ എൻ്റെ വയറ്റിപ്പെട്ടിട്ട്, ബാക്കി മൊത്തം അച്ഛനും മക്കളോട് അകത്താക്കിയിരിക്കണേ. പക്ഷെ ഷോർട്സിലൊരാൾ പറയുകയുണ്ടായി, പാവ ആ രമേശ് ചേട്ടന് ഒരെണ്ണം അവസാനം അങ്ങോട്ട് കൊടുത്തു, അതിന് പാവ അത്ര തന്നെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വെറുതെ പറയുകയാണ് കേട്ടോ അതൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് ഏട്ടൻ്റെ വായിൽ കൊണ്ടിട്ട് കൊടുക്കുക. ഏട്ടൻ അത് എടുത്ത് കഴിക്കും കൂടെ വേണ്ട, ഞാൻ വായിലോട് കൊണ്ടേ കൊടുക്കുന്നതാണ്. എന്നാൽ മൂപ്പർക്ക് അത് കമൻറ്റിന് റിപ്ലൈ കൊടുത്തൂടെ? അത് ചെയ്യൂല. അത് പാവന്മാരിങ്ങനെ അഭിനയിച്ചിരിക്കും കേട്ടോ എൻ്റെ കെട്ടുക. അപ്പോഴേ ഒത്തിരി വിശേഷമൊന്നുമില്ല, ഇത്തിരി വിശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ലോങ് വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന മാതിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ഇടാനൊക്കെ ഒരു മടി തോന്നും, എന്നാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ഇടുന്നതാണ്.